Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, all. Prayer ആരാണ്? Yes, ma'am. Prayer. Prayer. Dear God, please keep me happy today. Help me to be bright, cheerful day. Help me to do the things you want me to. To be to others kind and good. My parents, teachers, and friends to bless and keep us all in happiness and keep us all in happiness. Thank you, Miss. Sign in and thought of the day. Thought of the day ഞാനാണ് മാം. പറഞ്ഞോ. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഐ ആം റോഷ്നി. ഇത് നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഗാന്ധി വചനങ്ങളെ തിരഞ്ഞെടുക്കാം. ഗാന്ധി പറയുന്നു, ഒരു നല്ല വീടിന് തുല്യം വെക്കാൻ ലോകത്ത് ഒരു സ്കൂളുമില്ല. നന്മയുള്ള മാതാപിതാക്കൾക്ക് തുല്യം വയ്ക്കാൻ ലോകത്ത് ഒരു അധ്യാപകരുമില്ല എന്നുള്ളത് എത്ര യാഥാർത്ഥ്യമാണത്. ലഹരി പദാർത്ഥങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമുക്കതല്ലേ മനസ്സിലാവുന്നത്. അടിത്തറയുള്ള ഒരു കുടുംബം ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞും വഴിതെറ്റി പോകുന്നില്ലല്ലോ. വിജയത്തിലൂടെ കൈവരുന്നതല്ല ശക്തി, നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ശക്തിയെ രൂപീകരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ സ്വയം അടിയറവ് പറയില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതാണ് ശക്തി. അടുത്തതായി ഗാന്ധി പറയുന്നു, മനുഷ്യരാശിയുടെ ഏകതയിൽ ഞാൻ വിശ്വസിക്കുന്നു. യഥാർത്ഥ മൂലധനം എന്നത് വെള്ളിയോ സ്വർണമോ ഒന്നുമല്ല, അധ്വാനശേഷിയും ബുദ്ധിശക്തിയുമാണ്. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക എന്നുള്ളതല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ്. എല്ലാവരുടെയും ആവശ്യത്തിനുള്ളത് പ്രകൃതിയിൽ തന്നെയുണ്ട്, എന്നാൽ ആരുടെ അത്യാഗ്രഹം ശമിപ്പിക്കാനുള്ളത് അതിലില്ല. ഇനി ഞാൻ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു തോട്ട് പറയാം. അത് മദർ തെരേസയുടേതാണ്. 100 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്കാകുന്നില്ലെങ്കിൽ ഒരാൾക്ക് നൽകുക. നമ്മൾ തോട്ടുകൾ, അതായത് ചിന്തകളായി ദിനവും കേൾക്കുന്നവയാണ്. എല്ലാം ഒന്നും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചിലതൊക്കെ നമുക്ക് കഴിയണം. സാധ്യതയുടെ വിത്തുകൾ നട്ടുപിടിപ്പിക്കുകയും നന്ദിയോടെ നനയ്ക്കുകയും ചെയ്യുന്ന ഒരു പൂന്തോട്ടമായി നിങ്ങളുടെ ജീവിതം മാറ്റുക. കുറവുകളില്ലാത്ത മനുഷ്യരില്ല, ആ കുറവുകളോട് അവരെ ഉൾക്കൊള്ളുമ്പോഴാണ് അതിന് മൂല്യമുണ്ടാകുക. ഓർക്കുക, നാം ഓരോരുത്തരും കുറവുള്ള മനുഷ്യരല്ലേ. ട്രസ്റ്റ് യുവർ സെൽഫ്. സെൽഫ് ലവ് ഈസ് ഇമ്പോർട്ടൻറ്റ്. തോട്ട് ബൈ റോഷ്നി. ഹാവ് എ നൈസ് ഡേ. നന്നായിരുന്നു കേട്ടാടാ റോഷ്നി. സൈനിങ് ഞാനാണ് മാം. ജീന പറഞ്ഞോടാ. Good morning, my dear friends. And ma'am, I'm going to sign in with an action song. ജീന കേൾക്കാൻ പറ്റുന്നില്ലാടാ. ഒരു മിനിറ്റ്. ഓക്കെ മാം, ഇപ്പൊ കേൾക്കാവോ? ഓക്കെ കേൾക്കാം. Hello friends, do you know how many fingers on your hand and how many toes on your foot? Well, let's count together. How many fingers on one hand? How many fingers on one hand? How many fingers on one hand? Let's all count together. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. How many fingers on two hands? How many fingers on two hands? How many fingers on two hands? Let's all count together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Clap, clap, clap your hands. Clap, clap, clap your hands. Clap, clap, clap your hands. Clap your hands with me. How many toes on one foot? How many toes on one foot?
How many toes on one foot? Let's all count together. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. How many toes on 2 feet? How many toes on 2 feet? How many toes on 2 feet? Let's all count together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Stomp, stomp, stomp your foot. Stomp, stomp, stomp your foot. Stomp, stomp, stomp your foot. Stomp your foot with me. Thank you. I hope you all enjoyed. I sign into our Ma'am class. Thank you. Have a great day. നന്നായിരുന്നു കേട്ടോ. മൂന്നും നല്ലതായിരുന്നു. പ്രയറും സൈനിങ്ങും ഔട്ട് ഓഫ് ദ ഡേയും സൂപ്പറാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തേ? മാം ഇന്ന് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ തുടങ്ങാമെന്ന് പറഞ്ഞു. പാർട്ട് 1 അത് മാത്രമേ ഉള്ളായിരുന്നു തീരാനായിട്ട്. ഓക്കെ ഓക്കെ, പാർട്ട് 1 മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ജിഷ് ടീച്ചർ പേര് ടോപ്പിക് എടുക്കണേ. മാം റെക്കോർഡിനെ കുറിച്ച് പറഞ്ഞു തന്നോണ്ടിരിക്കുകയായിരുന്നു. ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഹെൽത്ത് ആൻഡ് ഹൈജീൻ മിസ് എടുത്തോളൂ കേട്ടോ. ഹെൽത്ത് ആൻഡ് ഹൈജീൻ കഴിഞ്ഞിട്ട് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ മിസ് എടുത്തോളൂ കേട്ടോ. ഓക്കെ, അത് മിസ് എടുക്കാന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് നമുക്ക് അടുത്ത പാർട്ടിലേക്ക് മൂവ് ചെയ്യാം. പാർട്ട് 1 നമ്മുടെ പോർഷൻ ഇപ്പൊ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ട് 1 കംപ്ലീറ്റ് ആകും. അപ്പൊ ഞാൻ പാർട്ട് 2യിലേക്കാണ് പോകുന്നത്. പാർട്ട് 2 രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് എല്ലാവരുടെ കയ്യിലും മൊഡ്യൂൾ ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മള് ആ ചാപ്റ്ററിന്റെ പേര് തന്നെ, അല്ലെങ്കിൽ ആ പാർട്ടിന്റെ പേര് തന്നെ എന്താണ്? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്നാണ് പാർട്ടിന്റെ പേര്. അപ്പൊ ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് 1 to 5 എന്ന് പറയുന്നത്. ആ 1 മുതൽ 5 വരെയുള്ള ചാപ്റ്റേഴ്സ് എന്താണ്? ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സൈക്കോളജി ആണ് 6 to 10 എന്ന് പറയുന്ന സെഷൻ ഏതാണ്? സൈക്കോളജി ആണ്. ഓക്കെ, അപ്പൊ ഈ 1 to 5 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് വേറെ എടുത്തിട്ടില്ലല്ലോ? അതിൽ 3 ചാപ്റ്റർ എടുത്തു മാം. ഏതൊക്കെ എടുത്തത്? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആതിര മാം എടുത്തു. സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് ആതിര മാം. പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് അശ്വതി മാം. ഇന്നലെ മറ്റേ 9ാമത്തെ ചാപ്റ്റർ ഡിഫൻസ് മെക്കാനിസം തുടങ്ങിയും വെച്ച് അശ്വതി മാം. ആരാണ് അശ്വതി മിസ്? ഓക്കെ ഓക്കെ, നീഡ്സ് എടുത്തിട്ടില്ല. എന്നാ ഞാൻ നീഡ്സ് എടുക്കാം. ഓക്കെ, ഇത്തിരി ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, പക്ഷെ നല്ല എളുപ്പമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. അത്യാവശ്യം എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഓരോ ഹ്യൂമന്റെ നീഡ്സിനെ കുറിച്ചിട്ടാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. ഓരോ വ്യക്തികളുടെയും നീഡ്സ് കേട്ടോ. ഡിഫൻസ് മെക്കാനിസത്തിന് മുമ്പാണ്. ഇതിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും വന്നവരുണ്ടോ? യെസ് മാം, ഞാൻ +2 കൊമേഴ്സ് ആയിരുന്നു. യെസ് മാം. ആണ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. നമ്മള് നീഡ്സിനെ കുറിച്ചിട്ട് പല സ്ഥലത്തും പറയുന്നുണ്ട്. ഓക്കെ, നീഡ്സ് മെയിൻ ആയിട്ട് നമുക്ക് സൈക്കോളജിക്കൽ നീഡ്സിനെ കുറിച്ച് പറയാം. സൈക്കോളജിക്കൽ നീഡ്സ് ആർ എസെൻഷ്യൽ ഫോർ മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഒരാളുടെ മെന്റൽ ഹെൽത്തും വെൽബീയിങ്ങിനും വേണ്ടിയിട്ട് സൈക്കോളജിക്കൽ നീഡ്സുകൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. എന്തെല്ലാമാണ് ഈ സൈക്കോളജിക്കൽ നീഡ്സിൽ വരുന്നത്? വിശപ്പ്, ദാഹം, അതേപോലെ സുരക്ഷിതമായ ഒരു പാർപ്പിടം, ഇതെല്ലാമാണ് നമുക്ക് ഇതിൽ വരുന്നത്, സൈക്കോളജിക്കൽ നീഡ്സിൽ വരുന്നത്. Psychological needs are essential for mental health and are considered psychological nutrients that support growth, integrity and adjustments. നമുക്ക് നല്ല രീതിയിൽ ജീവിതം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സൈക്കോളജിക്കൽ നീഡ്സുകൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അറ്റൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് വേണ്ട സൈക്കോളജിക്കൽ നീഡ്സ് എന്നാണ് പറയുന്നത്. ഒരു മിനിറ്റ്, ഞാനൊന്ന് സൂമാക്കാൻ പറ്റുന്നു. എന്തൊക്കെയാണ് ഇതില്? എയർ, ശുദ്ധമായ വായു, ഫുഡ്, നമുക്ക് ഡ്രിങ്ക് ചെയ്യാനായിട്ട് ശുദ്ധമായ ജലം, ഷെൽട്ടർ,
ക്ലോത്ത്, സ്ലീപ്പ്, ഹെൽത്ത് ഒക്കെ ഈ പറഞ്ഞ നീഡ്സിൽ വരും. സാധാരണ പീപ്പിൾസിന്റെ ഫിസിക്കൽ സർവൈവലിന് വേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പൊ ചിൽഡ്രൻസിന് എന്താ വേണ്ടത്, കുട്ടികൾക്ക് എന്താ വേണ്ടത്? ഫുഡ്, വാട്ടർ, ക്ലോത്ത്, സ്ലീപ്പ്, റെസ്റ്റ്, അതേപോലെ എക്സസൈസും ആക്ടിവിറ്റീസും കൂടാതെ ഹൈജീനും കൂടാണ്ട് കുട്ടികൾക്ക് എന്തെല്ലാം നീഡ്സ് ഉണ്ടാവും? സാധാരണ കുട്ടികളെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നീഡ്സ് എന്തൊക്കെയാണ്? ഞാൻ പറയാം. അഫെക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളൊരു സ്നേഹം അല്ലെങ്കിൽ അഫെക്ഷൻ, ഇന്റിമസി ഒക്കെ കുട്ടികളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഫാക്ടറാണ്. ലവ് ടു ഫീൽ സേഫ്. നമ്മളുടെ വീട് എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മുടെ മക്കൾ എങ്ങനെയാണ്? നിങ്ങൾ സേഫ് ആണ്. ഇപ്പൊ നമ്മള് പെട്ടെന്ന് എന്താ പറയാ, പേടിച്ചൊക്കെ കരയുന്നവർ പറയാല്ലേ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഉറക്കത്തിന് എന്നിട്ട് പേടിച്ച് കരയുമ്പോൾ നമ്മൾ പറയും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അമ്മ ഉണ്ട് അടുത്ത് പേടിക്കണ്ട കേട്ടാ, ഞാനിവിടെ ഉണ്ട് കേട്ടാ എന്ന് പറയുമ്പോൾ അവരെന്താണ്, ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. കാരണം എന്താണ്, അവരവിടെ സേഫ്റ്റി ഫീൽ ചെയ്യാണ്, അവർ സുരക്ഷിതമാണ് എന്ന് ഫീൽ ചെയ്യാണ്. ആൻഡ് പ്രൊട്ടക്ഷൻ. അഫെക്ഷൻ ഹെൽപ്പ് ദ ചൈൽഡ് ഫീൽ മോർ പോസിറ്റീവ് ഇമോഷൻ. നമ്മൾ കുട്ടികളോട് ഇപ്പൊ എല്ലാവരും മിക്കവരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, സ്നേഹം എനിക്കുണ്ട്, മക്കളോട് സ്നേഹമുണ്ട്. സ്നേഹം ഇല്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ കൊച്ചുങ്ങൾക്ക് ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ സ്നേഹം പ്രകടിപ്പിക്കാറില്ല. എന്റെ അഭിപ്രായത്തിലാണെങ്കിൽ നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹം നമ്മൾ എന്ത് ചെയ്യണം? പ്രകടിപ്പിക്കുക തന്നെ വേണം. നമുക്ക് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് എന്തെന്നെ ചെയ്യണം? പ്രകടിപ്പിക്കുക തന്നെ വേണം. നമുക്ക് കുട്ടികളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളത് പ്രകടിപ്പിക്കണം. അല്ലാതെ എന്താണ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ്സിനോട് കുട്ടികള് അഫെക്ഷൻ കുറവായിരിക്കും. അവർ കാര്യങ്ങൾ തുറന്നു പറയില്ല. അവരുടെ ജീവിതത്തിൽ എന്ത് ഇൻസിഡൻസ് നടന്നാലും അവർ നമ്മളോട് എന്ത് പറയില്ല? കാര്യങ്ങൾ പറയില്ല. അപ്പൊ അഫെക്ഷൻ, ബിലോങ്നെസ്, സെക്യൂരിറ്റി, അറ്റൻഷൻ, ഹെൽത്ത് കെയർ ഒക്കെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ട ഫാക്ടേഴ്സ് ആണ്. അതേപോലെ തന്നെ നമ്മള് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്, കണ്ടീഷണൽ ഒന്നും ഇല്ലാത്തൊരു അൺകണ്ടീഷണൽ ലവ് ആണ് കുട്ടികളിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ അവർ നല്ല സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും. അവർ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ഒപ്പം ഉണ്ടാകും, നമ്മൾ ഏതൊരു സമയത്തും അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവും. പിന്നെന്താണ്? സേഫ് സറൗണ്ടിങ്സ്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ട സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, അല്ലെങ്കിൽ അവരുടെ സറൗണ്ടിങ്സ് സേഫ് ആയിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. കൂട്ടുകെട്ടുകള്, അപ്പൊ നമ്മൾ പറയാറുണ്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ മെയിൻ പ്രശ്നം എന്താണ്? ഈ കൂട്ടുകെട്ടുകളാണ് കേട്ടോ. അപ്പൊ എന്താ പറയാ, കൂട്ടുകെട്ടുകളൊക്കെ മോശമാണെങ്കിൽ ആ കുട്ടിയും എന്താ നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പോസിറ്റീവ് ക്യാരക്ടറുള്ള കുട്ടികളെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് ആ കുട്ടിക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. അതേപോലെ നമ്മുടെ ഫാമിലി പല ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഒരു പോസിറ്റീവ് ഒരു എൻവയോൺമെന്റ് ആണ് ഫാമിലിയുടെ അകത്ത്. നമ്മളെല്ലാവരും പാരന്റ്സ് ആവട്ടെ, ഗ്രാൻഡ് പാരന്റ്സ് ആവട്ടെ, പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യുന്നു, ഗ്രാൻഡ് പാരന്റ്സ് പറയുന്നത് പാരന്റ്സ് കേൾക്കുന്നു, എല്ലാ കാര്യവും അവർ ചെറുപ്പത്തിലെ കണ്ടു വളർന്നു വരാണെങ്കിൽ ഈ ഒരു എന്താ പറയാ, അവർക്ക് ഒരു സേഫ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ഈ എൻവയോൺമെന്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അതായത് നമ്മള് ഇപ്പൊ പാരന്റ്സ് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നന്നായിട്ട് ഗ്രാൻഡ് പാരന്റ്സ് പേരക്കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അത് ഗൈഡ് ചെയ്യാനൊക്കെ ആർക്ക് പറ്റും? ഗ്രാൻഡ് പാരന്റ്സിന് പറ്റും. നമ്മളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും ചിലപ്പോൾ ചില കുട്ടികളുടെയൊക്കെ എന്താ പറയാ ഭയങ്കരമായിട്ട് കൂട്ടുകൂടല്. കുട്ടികള് ഇപ്പൊ വെക്കേഷന്റെ ടൈമാണ്, അപ്പൊ നമ്മളെക്കാളും കൂടുതൽ കുറച്ചും കൂടെ അടുപ്പം ആരോട് കാണിക്കും? ഗ്രാൻഡ് പാരന്റ്സിനോട് കാണിക്കും. അവർ കഥ പറയാനും കാര്യങ്ങൾ കേൾക്കാനും ചിലപ്പോൾ പറമ്പിലൊക്കെ നടക്കാനോ ഒക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പൊ ഗൈഡ് ലൈൻസും ഡിസിപ്ലിനൊക്കെ നമ്മൾ നമ്മളുടേതായ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സേഫ് ആയിട്ട് നമുക്ക് പോവാം. അപ്പൊ എന്തെല്ലാമാണ് സാധാരണ ഇപ്പം കുട്ടിയുടെ എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, ഒരു വ്യക്തിനെ സംബന്ധിച്ച് തന്നെ നമുക്ക് പറയാം എന്തൊക്കെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് സൈക്കോളജിക്കൽ നീഡ്സ് എന്നാണ് നമുക്ക് പറയുന്നത്. ഫിസിയോളജിക്കൽ നീഡ്സ് ആണെന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്? ഫുഡും വാട്ടറും. ഫുഡും വാട്ടറൊക്കെ എന്താണ്? ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ്. നമുക്ക് അത്യാവശ്യം നമ്മുടെ ബോഡിക്ക് ഗ്രോത്തിനും ബോഡി അത്യാവശ്യം എന്താണ് അസുഖങ്ങളൊന്നും വരാതിരിക്കാനും നമുക്ക് എന്താവശ്യമാണ്? ഫുഡും വാട്ടറും. പ്രോപ്പർ ആയിട്ട് നല്ല ശുദ്ധമായ ജലവും അതേപോലെ തന്നെ ഫുഡും വേണം. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം എന്തോരം ആൾക്കാരാണ് ഇന്നും ഇത്രയും ഫുഡും വെള്ളവും ഒന്നും കിട്ടാണ്ട് എന്തോരം പേരാണ് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ആഫ്രിക്ക എന്ന് പറയണ്ട, ഇപ്പൊ യുദ്ധം നടക്കുന്ന ഗാസയല്ലേ, ഇപ്പോഴും കറന്റ്ലി വാർ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം എവിടെയാണത്? പാലസ്തീൻ. അവിടെ
അവിടെ ഉള്ള കുട്ടികള് അവരൊരു സേഫ് എൻവയോൺമെന്റിലാണോ അവർ ജീവിക്കുന്നത്? ആണോ? No, ma'am. അല്ല. അവർക്ക് വേണ്ട ഫുഡും വാട്ടറും അതേപോലെ തന്നെ അവർക്ക് വേണ്ട ഒരു എന്താണ് സേഫ് ആയിട്ടുള്ള സറൗണ്ടിങ്സോ ഒന്നും അല്ല അവർക്ക് കിട്ടുന്നത്. അപ്പോ അവിടുത്തെ കുട്ടികളെ വെച്ച് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു വർക്ക് ചെയ്യാനുള്ള എനർജിയോ ഒന്നും ഉണ്ടാവില്ല. കാരണം അവര് എന്താണ് പറയാ, പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോ അവർക്ക് ഇന്ന് കാണാൻ പറ്റില്ല, നാളെ അവരുണ്ടാവുമോ എന്നുള്ളൊരു പേടിയോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, അവര് ഓരോ ദിവസവും ഇറങ്ങുന്നത്. അപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്യുന്ന നീഡ്സിനെ കുറിച്ചിട്ടാണ്. അങ്ങനെ ആവശ്യങ്ങള് നീഡ്സ് എന്ന് പറയുമ്പോൾ നീഡ്സ്. അപ്പൊ ഓരോ നീഡ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കാം. ഇനി സൈക്കോളജിക്കൽ നീഡ്സിൽ ആദ്യം വരുന്നത് എന്താണ്? ഫുഡ് ആൻഡ് വാട്ടർ ആണ്. നമുക്ക് എന്തിനാ ഫുഡ് വേണ്ടത്? നിങ്ങള് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ന്യൂട്രീഷൻസ് ആൻഡ് നീഡ്സിൽ ആ ഒരു ചാപ്റ്ററിലെ 3rd യൂണിറ്റ് അതിൽ പഠിച്ചില്ലേ? എന്തിനാ ഫുഡ് വേണ്ടത്? എനർജി. ഒരു വർക്ക് ചെയ്യാൻ വേണ്ട എനർജിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് വേണ്ടത്? ഫുഡ് വേണ്ടത്. നമ്മുടെ ഗ്രോത്തും അതേപോലെ നമ്മുടെ ബോഡിയുടെ മെയിൻറ്റെയിൻസിനും അതേപോലെ സൈക്കോ സോഷ്യൽ ഫങ്ഷനിങ്ങിനും എല്ലാത്തിനും നമുക്ക് മറ്റു അസുഖങ്ങളൊന്നും വരാതിരിക്കാനും ഡിസീസിൽ നിന്നുള്ള പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് വേണം? ഫുഡ് വേണം. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ മറ്റു ഫങ്ഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് പോകാനായിട്ട് നമുക്ക് വേണ്ട ഒരു ഫാക്ടറാണ് വാട്ടർ എന്ന് പറയുന്നത്, വെള്ളം. അപ്പൊ നമ്മുടെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫുഡും വാട്ടറും എടുത്താൽ മാത്രമേ നമുക്ക് സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഫുഡും വാട്ടറും റൈറ്റ് ടൈമിൽ എടുത്താൽ മാത്രമേ ആ കുട്ടിക്ക് നല്ല ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ചില കുട്ടികൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യാറുണ്ട്? സ്കിപ്പ് ആക്കാറുണ്ട്. ചില കുട്ടികൾ എന്ന് പറഞ്ഞാല് അവർ ചിലപ്പോൾ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്നത് കൊണ്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മറന്നുപോകും, അല്ലെങ്കിൽ ലേറ്റ് ആകുമ്പോൾ അവർ കഴിക്കില്ല. അപ്പൊ അങ്ങനത്തെ കുട്ടികൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒടിഞ്ഞു കുത്തിയായിരിക്കും ഇരിക്കുന്നത്. വെച്ചാൽ ഒന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ക്ലാസ്സിൽ എന്തൊക്കെയോ കേൾക്കുന്നു, എന്തൊക്കെയോ പറയുന്നു എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു കുട്ടീനെ ഉറക്കം തൂങ്ങിയിരിക്കണേ, രാവിലെ ഫസ്റ്റ് അവർ തന്നെ വന്നിട്ട് ക്ലാസ്സിൽ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവൻ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ അവനെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? അപ്പൊ അവരെന്താ റീസൺ പറയണേന്ന് നമ്മൾ കേൾക്കാം. അത് ചിലപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, ചിലപ്പോ അവനത് ഉണ്ടായിട്ടും അവന് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും. ഇഷ്ടമല്ലാത്താണെങ്കിൽ വിട്ടേക്ക്. അവന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു മറുപടിയാണ് പറയണമെങ്കിൽ നമുക്ക് അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്തു കൊടുക്കണം. അതേപോലെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്കൂളില് എന്റെ ക്ലാസ്സിൽ ചെറുപ്പത്തിലാണ് ഒരു സംഭവം ഉണ്ടായതാ. ഒരു കുട്ടി എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കും. ആൾക്ക് ഹൈറ്റും കുറവാണ്, വെയിറ്റും കുറവാണ്. ചെറിയ കുട്ടി, ഞങ്ങളെക്കാളും ഹൈറ്റ് കുറവാണ് അവന്. അപ്പോ ജിയോ എന്ന പേര്. അപ്പൊ അവൻ ഒരു മൂലയ്ക്ക് വന്നിരിക്കും. എന്നുവെച്ചാൽ വലിയ ശ്രദ്ധയൊന്നും പഠിക്കുന്ന കാര്യത്തിൽ വലിയ ശ്രദ്ധയൊന്നും കാണിക്കുന്നില്ല. അപ്പോ ഞങ്ങളുടെ ഒരു ടീച്ചർ, മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പൊ ഇവൻ മാത്സ് ചെയ്യണം കൂടി ഇല്ല. ഫസ്റ്റ് അവർ എന്തോ അബദ്ധവശാൽ മാത്സ് കയറി വന്നതാ. ഏതോ ഒരു സാർ ലീവായപ്പോ മാത്സ് ടീച്ചർ കയറി വന്നത്. അപ്പൊ ക്ലാസ് എടുത്തപ്പോ ഇവനൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ മൂടിയായിട്ട് ഇങ്ങനെ കിടക്കാണ് ബെഡില്, ടേബിളിൽ കിടക്കാണ്. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു? ഇവനെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോയി. ഇവനോട് ചോദിച്ചു, നീ ഭക്ഷണം വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു കഴിച്ചു എന്ന കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ വീട്ടിൽ പറയും, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വീട്ടിലൊക്കെ പറയും എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു വീട്ടില് ഭക്ഷണം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അവന്റെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചു പോയതാണ്, ഉള്ളത് അമ്മാമ്മ മാത്രമാണ്. അമ്മാമ്മയും പിന്നെ ചേട്ടനും അമ്മാമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ ഉണ്ടായിരുന്നില്ല അവരുടെ കൂടെ എല്ലാവർക്കും. അപ്പോ ടീച്ചർ പറഞ്ഞു, ടീച്ചർക്ക് കാര്യം മനസ്സിലായല്ലോ, അവന് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ് അവന് കാര്യങ്ങള് ശ്രദ്ധിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. എന്നിട്ട് ടീച്ചർ ഇവനെ വിളിച്ചുകൊണ്ട് നമ്മളെന്താ പറയാ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം, ഞങ്ങളുടെ അവിടെയൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സ്കൂളിലേക്ക് ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം കുറച്ച് ചോറും കൂടി കൊടുത്തു. അപ്പൊ എല്ലാ ദിവസവും അങ്ങനെ വന്ന് കഴിച്ചോളാനായിട്ട് അവനോട് പറയുകയും ചെയ്തു. അപ്പൊ അത് കണ്ടപ്പോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നതാണ്. എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഏതെങ്കിലും കുട്ടി ഇതേപോലെ ക്ഷീണിച്ചിരിക്കുകയാണ്, ഒരു ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വർക്കും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവനോട് ചോദിക്കുക, അവനോട് കാര്യം എന്താണെന്ന് ചോദിക്കുക. എന്തുകൊണ്ടാണ് മോൻ ഇങ്ങനെ ഇരിക്കുന്നത്? ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവില്ല. ചില കുട്ടികൾക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ടീച്ചർ എന്ന സ്ഥാനത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? അപ്പൊ ആ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടതാണ്. അപ്പൊ ഓരോ കുട്ടിയും നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവന് എന്ത് വേണം? ഫുഡും
വാട്ടറും പ്രോപ്പർ എമൗണ്ട് എടുക്കണം. സോ അതേപോലെ തന്നെ മറ്റു അസുഖങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാനും ഹെൽത്തി ആയിട്ടിരിക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനും നമുക്ക് എന്ത് വേണം? ഫുഡും വാട്ടറും വേണം. ഓക്കെ, നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കും? അല്ല. നമുക്ക് നല്ല വിശപ്പുണ്ട്, അപ്പൊ മെന്റൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കും. നമുക്ക് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ആ ക്ലാസ് കേൾക്കാൻ പറ്റുമോ? ഇല്ലാലോ. ഭയങ്കരമായിട്ട് വിശന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസ്സോ അല്ലെങ്കിൽ ഒന്നും ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. നമുക്ക് വിശപ്പിന്റെ നമ്മൾ പറയില്ല വിശപ്പിന്റെ വിളി വരുന്നുണ്ടെന്നൊക്കെ. അതെന്താണ്? നമ്മള് നല്ല രീതിയിൽ അത് പ്ലസന്റ് അല്ലെങ്കിൽ പ്രസന്റ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് എമൗണ്ട് ഓഫ് ഫുഡും വാട്ടറും നമ്മൾ എന്ത് ചെയ്യണം? കൺസ്യൂം ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് വായിച്ചേ. ഞാൻ വായിക്കണം സർ. ആരാണ്? ഞാൻ വായിക്കണം. സിമി വായിച്ചോ. Food and water. Food provides energy to do work, help in the growth and maintenance of the body, protect from diseases and perform a psychosocial function too. Water help in regulating many body function. A sufficient amount of food and water at the right time helps the child to stay healthy and happy. ഓക്കെ, വാട്ടർ ഹെൽപ്സ് ഇൻ റെഗുലേറ്റിംഗ് മെനി ബോഡി ഫങ്ഷൻ. ഏതൊക്കെ ബോഡി ഫങ്ഷൻ ആണ്? ഡൈജഷന് വാട്ടർ വേണം, പ്രോപ്പർ ആയിട്ട് ബ്ലഡ് സർക്കുലേഷന് വാട്ടർ വേണം. ഒരുപാട് ഫങ്ഷനിന് നമുക്ക് എന്ത് വേണം? വാട്ടറിന്റെ റൈറ്റ് എമൗണ്ട് നമ്മുടെ ബോഡിയിൽ വേണം. അതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ റൈറ്റ് എമൗണ്ട് ഫുഡും വാട്ടറും കറക്റ്റ് ടൈമിൽ ആ കുട്ടി എടുത്താൽ മാത്രമേ അവന് ഹെൽത്തി ആയിട്ടും ആരോഗ്യവാനായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ ആ പോയിന്റ്? ഇനി ക്ലോത്തിങ് ആണ്. ക്ലോത്തിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ പറയുന്ന ക്ലോത്ത്, ചില കുട്ടികൾ യൂണിഫോം ഒക്കെ നമ്മൾ എന്താ പറയാ ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ അവർ ഭയങ്കര അഴുക്കൊക്കെ ആയിട്ടാണ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് വാഷ് ചെയ്യാണ്ടൊക്കെ വരുന്നെങ്കിൽ നമ്മൾ അവരോട് വാൺ ചെയ്യാം. നിങ്ങൾ റൈറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് അത് വാഷ് ചെയ്ത് അയൺ ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഡ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ക്ലാസ്സിലേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാറുള്ള, കുട്ടികളുടെ കാര്യത്തിൽ പ്രൊവൈഡ് ചെയ്യാറ് എങ്ങനെയാണ്? ക്ലോത്ത് ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള ക്ലോത്ത് ആണ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ? ഈ സമയത്ത് ഏത് ടൈപ്പ് ക്ലോത്താ പ്രൊവൈഡ് ചെയ്യാം? കോട്ടൺ. കോട്ടൺ അല്ലേ? കോട്ടൺ. കാരണം നമുക്കിപ്പോ ടെമ്പറേച്ചർ ചൂട് ഭയങ്കര കൂടുതലാണ്. അപ്പൊ കോട്ടൺ ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ടെമ്പറേച്ചർ ഒന്ന് കുറച്ച് നിർത്താനായിട്ട്, നമ്മുടെ ബോഡി കംഫർട്ടബിൾ ആക്കി നിർത്താനായിട്ട് കോട്ടൺ ക്ലോത്തിന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ ക്ലോത്ത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ക്ലൈമറ്റിനും പറ്റുന്ന രീതിയിലത്തെ ക്ലോത്ത് ആയിരിക്കണം. അതേപോലെ തന്നെ അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം ക്ലോത്ത് കൊടുക്കാനായിട്ട്. അതേപോലെ ഭയങ്കര ടൈറ്റ് ആവാൻ പാടില്ല. ചില കുട്ടികൾ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ പൊട്ടും ബട്ടൺ, അതേപോലെ ടൈറ്റ് ആയിട്ടുള്ളത്, ടു ടൈറ്റ്. ചിലവരാണെങ്കിൽ ഭയങ്കര ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കും. അങ്ങനെ പാടില്ല. ആ കുട്ടിയുടെ പെർഫെക്റ്റ് മെഷർമെന്റ് അനുസരിച്ചിട്ടുള്ള എന്തായിരിക്കണം? ഡ്രസ്സ് ആയിരിക്കണം അവർ വെയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അത്രയും ടൈറ്റ് ആയിട്ടും പാടില്ല, അത്രയും ലൂസ് ആയിട്ടുള്ളതല്ല, ഫ്രീ ആയിട്ട് അവർക്ക് അത് മൂവ് ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ഡ്രസ്സ് ആയിരിക്കും നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ക്ലോത്തിങ്ങിന്റെ കാര്യം സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഫുഡും വാട്ടറും കഴിഞ്ഞാൽ നെക്സ്റ്റ് വേണ്ട നീഡാണ് എന്ത്? ക്ലോത്ത് എന്നുള്ളത്. അവരെ ഈ പറഞ്ഞ വെയിലിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? ഡ്രസ്സ് അല്ലെങ്കിൽ ക്ലോത്തുകൾ വേണം. അപ്പോൾ പ്രോപ്പർ ആയിട്ട് ക്ലോത്തുകൾ നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോ നമ്മളുടെയൊക്കെ വീട്ടില് കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പൊ വലുതായിക്കൊണ്ടിരിക്കണം അവർ. അപ്പൊ ഓരോ സ്റ്റേജസ് കഴിയുമ്പോൾ നമ്മൾ അവരുടെ ഒരുപാട് ഡ്രസ്സുകൾ മാറ്റാറുണ്ട് അല്ലെ? ഈച്ച് സ്റ്റേജസ് അവര് ഇട്ട് ചിലപ്പോ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടാവുള്ളൂ, പിന്നെ അവർ ഇട്ടിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ക്ലോത്തുകൾ എന്റെ അഭിപ്രായം അനുസരിച്ച് ഈ ചെറിയ കുട്ടികൾ അനാഥാലയങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കുട്ടികൾക്ക് കൊടുക്കണം നല്ലതായിരിക്കും. കാരണം അവർക്ക് ഈ ക്ലോത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ട്, പുതിയ പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര കേടുപാടുകളൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടാവും, 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലത്തെ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കും ഈ ക്ലോത്തിങ്ങിന്റെ പ്രശ്നം ഉണ്ടാവില്ല. അവരത് കഴുകി യൂസ് ചെയ്തോളും. നമ്മൾ വെറുതെ വീട്ടില് ചാക്കിലൊക്കെ കെട്ടി അങ്ങനെ സൂക്ഷിച്ചു വെക്കും എന്നല്ലാണ്ട് നമുക്ക് ആ ഒരു ക്ലോത്തിനെ കുറിച്ചിട്ട് ഒരു യൂസും ഇല്ല. നമ്മളപ്പോ എന്ത് ചെയ്യാം? മറ്റുള്ളവർക്ക് അത് പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള നമ്മൾ യൂസ് ചെയ്യാത്ത ക്ലോത്തുകൾ നമ്മൾ എന്ത് ചെയ്യാം? മാക്സിമം മറ്റുള്ളവർക്ക് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോ
നമ്മള് കല്ലൂർ ഭാഗത്തോട്ടൊക്കെ പോയി കഴിയുമ്പോ ആ മെട്രോന്റെ ഒക്കെ താഴത്തായിട്ടൊക്കെ ഇല്ലേ കുറേ കുട്ടികൾ ഉണ്ടാവും. എന്താ പറയാ നമ്മള് സ്ട്രീറ്റിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുടെ മക്കളാണ്. അപ്പോ എടപ്പള്ളിയിലൊക്കെ നിങ്ങൾ നമ്മളെ സിഗ്നലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർ കുട്ടികളെ ക്യാരി ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അവരൊന്നും പ്രോപ്പറായിട്ട് ചില കുട്ടികൾ പ്രോപ്പറായിട്ട് ക്ലോത്ത് ഉണ്ടാവില്ല. ഈ ചൂടത്തും വെയിലത്തൊക്കെ അമ്മ കുട്ടിനെയും കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് നടക്കുന്നത്. അപ്പോ അങ്ങനെയുള്ളവർക്കും ഈ ഡ്രസ്സുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞതേ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വാങ്ങിച്ച് കൂട്ടിക്കഴിഞ്ഞിട്ടും കാര്യമില്ല, ഉപയോഗമില്ല. ഞാനതെ എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഞാൻ അധികം ഡ്രസ്സ് എടുക്കില്ല, ഒത്തിരി ഡ്രസ്സൊന്നും എടുക്കില്ല. കുറച്ച് ഡ്രസ്സ് എടുക്കുള്ളൂ, അത് റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒത്തിരി ക്ലോത്തിലേക്കും അതേപോലെ അങ്ങനെ അത്രയും പൈസ ഒന്നും സ്പെൻഡ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പൊ ക്ലോത്ത് നമുക്ക് ആവശ്യത്തിന് മാത്രം മതി. ബാക്കി എക്സ്ട്രാ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്ലോത്തിങ്, കുട്ടികളുടെ കാര്യത്തിലുള്ള ക്ലോത്തിങ്ങിനെ കുറിച്ച് ആരാ വായിക്കുന്നേ? ക്ലോത്തിങ് എന്ന് പറയുന്ന പോയിന്റ് 2. ഞാൻ വായിക്കാം. ഓക്കെ, വായിച്ചു. Proper selection of clothes keeps the child safe from climate changes. Clothes have to be comfortable not only to the delicate skin of the child, but should also left free movement of limbs. Children feel very pleased when their garments have attractive designs and colors. അപ്പൊ നമ്മള് ക്ലൈമറ്റിനനുസരിച്ചുള്ള ക്ലോത്തുകൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് സ്കിന്നിനൊക്കെ വേറെ റാഷസോ അങ്ങനെയൊന്നും വരുന്നില്ല. അതേപോലെ അവർക്ക് ഫ്രീ ആയിട്ട് അവരുടെ മൂവ്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്ലോത്തുകൾ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ പറഞ്ഞിങ്ങനെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഡിസൈനിലുള്ള ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നാണ് പറയുന്നത്. ജസ്റ്റ് വെറുതെ പറഞ്ഞു പോകുന്നുള്ളൂ. ഇനി സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് ആണ്. കുട്ടിക്ക് ഏറ്റവും എനഫ് ആയിട്ട് എന്ത് വേണം? സ്ലീപ്പും റെസ്റ്റ് വേണം. സാധാരണ നമ്മളെക്കാൾ കൂടുതൽ ഉറക്കം വേണ്ടത് ആർക്കാണ്? കുട്ടികൾക്കാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ? അവരോട് നമ്മൾ എന്താ പറയുന്നത്? നേരത്തെ ഉറങ്ങണം, നേരത്തെ എഴുന്നേൽക്കണം. അപ്പൊ അവർക്ക് അവരുടെ ബോഡി പെട്ടെന്ന് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏജ് ആണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. സോ അവർക്ക് എന്താണ് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം. അവര് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം. അവരുടെ ബോഡി ഓർഗൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് എടുത്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ലൊരു പോസിറ്റീവ്, അവർ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. നമുക്കായാലും അങ്ങനെയാണ്. നമുക്ക് ഒരു ദിവസം ഉറക്കം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയാ തലവേദനയൊക്കെ, ചിലവർക്കൊക്കെ ഭയങ്കര തലവേദന ആയിരിക്കും ഒരു ദിവസം രാത്രി ഉറക്കം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ചിലവർക്ക് ഭയങ്കരമായിട്ട് ഉറക്ക ക്ഷീണം മാറൂല, പകലിന് ഉറക്കം പോണില്ല എന്നൊക്കെ നമ്മൾ പറയും. ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? റെസ്റ്റ് എടുക്കണം. എത്ര മണിക്കൂറാ കറക്റ്റ് ആയിട്ട് ഒരാൾ ഉറങ്ങേണ്ടത്? 8 മണിക്കൂർ. 8 മണിക്കൂർ. ഓക്കെ, 7 to 9. കുട്ടികളുടെ കേസിലാണെങ്കിൽ 7 to 9 ആ ഒരു ടൈമിലോ മണിക്കൂറെങ്കിലും കുട്ടികൾ റെസ്റ്റ് എടുക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നെക്സ്റ്റ് ഡേ അവർക്ക് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ട എനർജി അവർക്ക് ഉണ്ടാവുള്ളൂ. എനർജറ്റിക് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം. അശ്വിന്റെ വായിച്ചോ. The child must be allowed to get enough sleep and rest. This gives rest to the body organs and the child feels fresh when waking up. ഓക്കേടാ. അപ്പൊ എന്തിവിടെ പറഞ്ഞത്? നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് കുട്ടിക്ക് നല്ല രീതിയിൽ എന്താണ് നല്ല സ്ലീപ്പും റെസ്റ്റും കിട്ടിയാൽ മാത്രമേ അതിന്റെ ബോഡി ഓർഗൻസിനൊക്കെ പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് കിട്ടിയാലേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവര് നല്ല ഒരു എനർജറ്റിക് ആയിട്ട് നല്ല ആക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓരോ വർക്കും ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തതാണ് ആക്ടിവിറ്റീസ് ആൻഡ് എക്സസൈസ്. നമ്മള് കുട്ടികളുടെ ഏജ് നമുക്ക് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നിങ്ങൾ ചൈൽഡ് ഡെവലപ്മെന്റിൽ പറയുന്നുണ്ടാവും. ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിലൂടെയാണ് കുട്ടികൾ പോകുന്നത്. അപ്പൊ പ്രീ സ്കൂൾ ചൈൽഡ് ഈസ് വെരി ആക്റ്റീവ്. നമുക്കറിയാം കുഞ്ഞു കുട്ടികൾ, പ്രീ സ്കൂൾ കുട്ടികൾ എന്ന് വെച്ചാൽ എന്താണ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഒരു സ്ഥലത്ത് പിടിച്ചാൽ കിട്ടൂല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. 4 വയസ്സിൽ ഒരു ഒരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ടല്ലോ, 4 വയസ്സില് അറിയാത് അതേപോലെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും ഈ കുട്ടികൾ. 3 to 6 എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ് ആ 4 വയസ്സുള്ള കുട്ടികളൊക്കെ വരുന്നത്.
നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസും അതേപോലെ കുറെ ടൈം ഫ്രീ ആയിട്ട് പ്ലേ ചെയ്യാനൊക്കെ കൊടുത്താൽ മാത്രമേ അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള മസിൽ ഡെവലപ്മെന്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കുള്ളൂ. പക്ഷെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇന്ന് എത്ര കുട്ടികൾ ഇതേപോലെ എക്സസൈസും ആക്ടിവിറ്റീസും പുറത്ത് ഔട്ട്ഡോർ ഗെയിം ഒക്കെ ചെയ്യുന്നുണ്ട്? ഇല്ല, കുട്ടികൾ ഇപ്പൊ മൊബൈലിലാ ഫുൾ ടൈം, ടിവി മൊബൈലും. അതാണ് പ്രശ്നം. കുട്ടികൾ ഇപ്പൊ എന്താണ്, അപ്പൊ അവർക്ക് പ്രോപ്പർ ആയിട്ട് മസിൽ ഡെവലപ്മെന്റ് നടക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ ഈ ഫോണിൽ നിന്ന് അതേപോലെ തന്നെ ടിവിയിൽ നിന്ന് മാറ്റിയിട്ട് അവരോട് പറയാ, നിങ്ങൾ എത്ര സമയം വേണമെങ്കിലും കളിച്ചോ, പുറത്ത് പോയി കളിച്ചോ, പിന്നെ ക്ഷീണമാകുമ്പോ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്തോ എന്ന് പറയാം. കാരണം എന്താണ്, പ്രോപ്പർ ആയിട്ട് മസിൽ ഡെവലപ്മെന്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യണം? കളിക്കാൻ പോകണം. അതേപോലെ തന്നെ നല്ല ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യണം. ഇതിന്റെയൊക്കെ ഒരു മേൽനോട്ടം നമ്മൾ വേണം. സൂപ്പർവിഷൻ ഒരു അഡൾട്ട് അല്ലെങ്കിൽ മുതിർന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണം? സൂപ്പർവൈസ് ചെയ്യണമെന്നുണ്ട്. കാരണം കുട്ടികളാണ്. അപ്പൊ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതൊന്ന് ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ അവർ ആ തെറ്റ് പിന്നെ ആവർത്തിക്കില്ല. അപ്പൊ ഇതേപോലെ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ്? കുറവായിരിക്കും. നോർമൽ ഗ്രോത്തിനേക്കാളും കുറച്ചും കൂടി ഗ്രോത്ത് അവർക്ക് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്റെയൊക്കെ ഗ്രാമപ്രദേശമാണ് കേട്ടോ. വെക്കേഷൻ തുടങ്ങിയില്ലേ? വെക്കേഷൻ തുടങ്ങിയപ്പോൾ മുതല് ഇപ്പൊ ഭയങ്കര വെയിലല്ലേ, പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയമായപ്പോഴേക്കും ഒത്തിരി കുട്ടികൾ ഒരുമിച്ച് സൈക്കിൾ ചവിട്ടാൻ പോവാ. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ പോവാന്ന് ചോദിച്ചപ്പോ എല്ലാവരും പറയാ സൈക്കിൾ ചവിട്ടാൻ പോവാന്ന്. വെയിലാണ്, അതൊന്നും നോക്കുന്നില്ല. അവരൊക്കെ എന്താണ്? ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കാണ്. ഇന്നലെ ഞാൻ ചെന്നപ്പോ കണ്ടത് വീടിന്റെ അടുത്ത് കുറച്ച് കുട്ടികളുണ്ട് കേട്ടോ, കുറച്ച് കൂടുതൽ കുട്ടികളുണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടി ഇരുന്ന് കളിക്കണം. ക്രിക്കറ്റ്, ബാഡ്മിന്റൺ കളിക്കണു, കുറച്ച് പേര് ഫുട്ബോൾ കളിക്കുന്നു. അപ്പൊ എന്താണ്, അവരെല്ലാവരും ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യാണ്. ഇത് ഗ്രാമപ്രദേശം ആയതുകൊണ്ടായിരിക്കും എനിക്ക് അത് ഫീൽ ചെയ്യുന്നത്. അത് കുഴപ്പം, വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇന്ന് ഇപ്പൊ സിറ്റിയിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ അർബൻ ഏരിയാസിലേക്ക് വരുമ്പോ കൂടുതൽ കുട്ടികൾ ഫ്ലാറ്റിലൊക്കെ ആയിരിക്കും. ആ കുട്ടികൾ ഇതേപോലത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നുണ്ടോ? ഇല്ല മാം. ആരുണ്ടോ ഫ്ലാറ്റിലൊക്കെ താമസിക്കണേ? ഇല്ല. ഞാൻ ബാംഗ്ലൂരാണ് മാം. ഫ്ലാറ്റുകളിൽ ഇപ്പൊ അവര് പ്ലേ ഗ്രൗണ്ട് ഒക്കെ ആക്കുന്നില്ലേ കുട്ടികൾക്ക് വേണ്ടിയുള്ള? ഉണ്ട്. കാരണം അങ്ങനെ ഒത്തിരി എന്താ പറയാ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ കുറച്ച് പ്ലേ ടൈം അല്ലെങ്കിൽ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും നമ്മള് എന്താ പറയാ കൂടുതൽ കുട്ടികളും അവർ വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കാനും അവർ ആ സോഫയിൽ ഇരുന്ന് ഫോൺ കളിക്കാനൊക്കെയാണ് കൂടുതൽ താല്പര്യം. ഇപ്പോ നമ്മുടെ ഇവിടെയും ഗ്രാമങ്ങളിൽ ഇല്ലാന്നൊന്നും പറയുന്നില്ല കേട്ടോ ഫോൺ യൂസേജ്, എന്നാലും ഒരു പരിധിവരെയും കുറച്ച് കുറവാണ്. കാരണം നമ്മുടെ എല്ലാ പാരന്റ്സിന്റെ കയ്യിലും എനിക്ക് തോന്നുന്നില്ല ടച്ച് ഫോൺ ഉണ്ടെന്ന്. ഇന്ന് എല്ലാവരിലും ഉണ്ടാവും, എന്നാലും കുറച്ച് പേരിലൊക്കെ കുറവാണ് ഈ ടച്ച് ഫോൺ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഫോണിലുള്ള ഗെയിമിങ്ങിനെ കുറിച്ചൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അറിയായിരിക്കും, പക്ഷെ അവർക്ക് ആ ഒരു ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മാക്സിമം കുട്ടികളെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കാം. എന്നാൽ മാത്രമേ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഗ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്? അവർക്ക് അവരുടെ ഡെവലപ്മെന്റ് എന്താണ് പ്രോപ്പർ ആയിരിക്കില്ല. ഗ്രോത്ത് റിട്രാക്ഷൻ വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാല് ഗ്രോത്ത് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ഓക്കെ, ഇപ്പൊ ആക്ടിവിറ്റീസ് ആൻഡ് എക്സസൈസ് എന്ന് പറയുന്ന പോർഷൻ ആരാ പറയുന്നേ? ഞാൻ ഒരു കാര്യം പറയട്ടെ മിസ്സേ. എന്താണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോ. ഞങ്ങളുടെ ഇവിടെ ഒരു വനിതാ സംഘം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടായ്മ നടത്തി. അപ്പൊ അതില് ഇതിനെ പറ്റിയിട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു. വേനൽക്കാലം കുട്ടികൾക്ക് എങ്ങനെ ആഘോഷകരമായി മാറ്റാം, അവര് ഫോണിലും കാര്യങ്ങളും യൂസ് ചെയ്യാണ്ട് അവരെങ്ങനെ ഇതിലേക്ക് അതിൽ നിന്ന് മാറ്റാം എന്നുള്ളൊരിത്. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും വന്നിട്ടുള്ള ഒരു ചർച്ചയായിരുന്നത്. അപ്പൊ ആ ചർച്ചയിൽ അവർ തീരുമാനം എടുത്തു, ഇവിടെ ഒരു ഫുട്ബോൾ കോർട്ട് കെട്ടിക്കൊടുക്കുക കുട്ടികൾക്ക്. പിന്നെ ഒരു ഡ്രഗിന് എതിരായിട്ട് ഒരു അവയർനെസ് ക്ലാസ് കൊടുത്തു. ഇപ്പൊ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇഷ്ടമാതിരി കുട്ടികൾ ഇപ്പൊ മൊബൈലും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നല്ല ആക്റ്റീവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അത് അമ്മമാരുടെ ഒരു പറച്ചിലോട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു കാഴ്ച പഞ്ചായത്തിലെ എല്ലാവർക്കും അതിൽ ഉണ്ടായത്. നല്ല ഫുട്ബോൾ ഗ്രൗണ്ടാ. അങ്ങനെ നല്ലതാണ്. ശരിക്കും പറഞ്ഞാല് ഇന്ന് ഒത്തിരി മാറ്റങ്ങൾ വരേണ്ടതാണ്. കാരണം ഇന്ന് പിള്ളേര് ഒരുപാട് കുട്ടികൾ ഫോണിൽ യൂസ് ചെയ്യാണ്. ഈ ഫോണിൽ എന്താ ചെയ്യണേന്ന് എന്താ യൂസ് ചെയ്യുന്നത് നമുക്കൊന്നും അറിഞ്ഞൂടാ. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു ഇതിലേക്കാണ് ഇന്നത്തെ ഇപ്പൊ നമ്മൾ ടീനേജേഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ നമുക്ക് വരുന്ന കുഞ്ഞു കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും? നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്ത് വിടാം. ഓക്കെ,
അതേപോലെ നമ്മുടെ കുട്ടികളുടെ ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിലും നമ്മൾ അവരുടെ ഫ്രണ്ട് ആയിട്ട് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു റോളായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് അവർക്കൊരു അവസരം പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? മാം ഇപ്പൊ മാം പറഞ്ഞ പോലെ ഒരു ഗ്രാമപ്രദേശത്താവുമ്പോൾ ആ ഒരു ഗ്രാമത്തിലെ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് അറിയാം അവരുടെ ഗ്രാമത്തിലേക്ക് പുതുതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും പിന്നെ ഒരു എന്തെങ്കിലും വേറെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവർക്ക് എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അപ്പൊ നമ്മളൊക്കെ ടൗൺ ഏരിയ ആകുമ്പോൾ നമുക്കൊന്നും കുട്ടികളെ അങ്ങനെ വിശ്വസിച്ച് പുറത്തേക്ക് വിടാനുള്ള ധൈര്യം ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം. അപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ എന്റെ മോനെ പുറത്തേക്ക് വിടണമെങ്കിൽ ഒന്നെങ്കിൽ നായ്ക്കള് ഇപ്പൊ തന്നെ ഒരു പാച്ചിൽ കഴിഞ്ഞു, അതേപോലെ നായ്ക്കൾ പെട്ടെന്ന് വന്നിട്ട് എങ്ങനെ എപ്പോഴാ വരികയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്കറിയാത്ത ആൾക്കാർ ഈ കുട്ടിയും പാട്ടിയും പെറുക്കാനായിട്ട് വരും. ഇപ്പൊ ചെറിയ കുട്ടികളല്ലേ, നമുക്കൊരു വിശ്വസിച്ച് പുറത്തേക്ക് വിടാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതാണ് ഒന്നാമത്. അപ്പൊ ഞാൻ ശരിക്കും കുറച്ച് അകത്ത് ഇരിക്കട്ടെ, അകത്ത് കുറെ നേരം ഇരിക്കുമ്പോൾ ഒന്നെങ്കിൽ ടി വി കൊടുക്കണം, ഇതേപോലെ മൊബൈൽ ഫോൺ എന്തെങ്കിലും കൈ കൊടുക്കേണ്ടി വരും. കുറെ നേരം വണ്ടി കുത്തി കളിക്കും, പക്ഷെ അതിലൊരു ബോറടി ഉണ്ടാവും നമ്മൾ അകത്ത് തന്നെ പിടിച്ചിരുന്ന സമയത്ത്. പക്ഷെ വേറെ വഴിയില്ല, അല്ലെങ്കിൽ നമ്മളും കൂടെ പുറത്ത് ഇരുന്നിട്ട് അവർ കളിക്കാനുള്ള ടൈം ആവണം. അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ രാവിലത്തെ പണി അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനുള്ളൊരു സിറ്റുവേഷൻ ഇല്ലാത്തതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. എടാ നമ്മളും ചെറുപ്പത്തിലൊക്കെ കളിക്കാനൊക്കെ പോയിട്ടില്ലേ? നമ്മളും ഒത്തിരി ഇപ്പൊ ഞാനും എന്റെ വീടിന്റെ അടുത്തൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഇപ്പൊ വെക്കേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരും. മിക്കവരും ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്നവരാ. അപ്പൊ അവര് വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം, എല്ലാവരും ഒരുമിച്ച് നിന്ന് കളിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു വീടിന്റെ ഫ്രണ്ടിലായിരിക്കും നമ്മളത്. അപ്പൊ ആ വീട്ടില് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, എന്നുവെച്ചാല് പാരന്റ്സ് ഒക്കെ ഉള്ള വീട്ടിന്റെ ഫ്രണ്ടിലായിരിക്കും നമ്മൾ ഒരുമിച്ച് കൂടി കളിക്കും. അപ്പൊ ആ പാരന്റ്സിന്റെ സൂപ്പർവിഷൻ നമുക്ക് കിട്ടുന്നില്ലേ? അങ്ങനെ അഡൽട്ടിന്റെ സൂപ്പർവിഷൻ ഇല്ലാതെ കുട്ടികളെ പുറത്തേക്ക് അങ്ങോട്ട് വിടാനല്ല നമ്മൾ പറഞ്ഞത്. അഡൽട്ടിന്റെ അണ്ടർ അഡൽട്ട് സൂപ്പർവിഷന്റെ കീഴിൽ തന്നെ ആയിരിക്കും കുട്ടികൾക്ക് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ടൈം കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ കൂടുതൽ വെക്കേഷൻ അല്ലേ വരുന്നത്, കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം പാർക്കിലൊക്കെ കൊണ്ടുപോവാം. ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് കുറച്ച് നേരം പാർക്കിൽ കൊണ്ടുപോവാം. അപ്പൊ അവർക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, കാരണം ഇതൊക്കെ നമ്മൾക്ക് അറിഞ്ഞൂടാ ഇന്നത്തെ ലോകം എങ്ങനെയാണ്. കുട്ടികളെ ചില നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടി വി ന്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകും, തട്ടിക്കൊണ്ട് പോയി. അതുകൊണ്ട് നമുക്ക് പേടിയാണ്, ശരിയാണ്, നമുക്ക് പേടിയാണ്. അപ്പൊ പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികളെ നമ്മൾ അതും പറഞ്ഞ് പേടിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല. അവരെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യിക്കാതിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ അവരെ എന്ത് ചെയ്യാം, ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യിപ്പിക്കണം. നമ്മുടെ സൂപ്പർവിഷനോട് കൂടി തന്നെ. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഒരു ഉച്ചയ്ക്ക് ആവുമ്പോൾ ഒന്ന് കുറച്ചേരം കിടക്കാം എന്ന് വിചാരിക്കും, പക്ഷെ ആ സമയത്തായിരിക്കും അവര് ഭയങ്കര ആക്റ്റീവായിട്ട് നമുക്ക് കളിക്കാം, ഫുഡൊക്കെ കഴിച്ചിട്ട് വാ കളിക്കാന്നൊക്കെ പറഞ്ഞ് റെഡി ആയിട്ടുള്ള വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അവരുടെ കൂടെ അവിടെ വല്ലോടത്ത് പോയിരുന്നാൽ മതി, അവര് കളിച്ചോട്ടെ. ഒരു സൂപ്പർവിഷൻ നമ്മളൊന്ന് കൊടുക്കുക, ചെറിയ സൂപ്പർവിഷൻ കൊടുത്താൽ മതി. ശ്രദ്ധിക്കണം, നമുക്കറിയാം ഇന്നത്തെ എന്താ പറയാ, ഇന്നത്തെ കാലം പഴയ പോലെ അല്ല. നമ്മള് മുമ്പ് ഒത്തിരി സേഫ് ആയിരുന്നു. നമ്മുടെ ഏരിയയിലേക്ക് പുതിയതായിട്ട് ഒരാൾ വരാണെങ്കിൽ അവിടെ തന്നെ ഗ്രാൻഡ് പാരന്റ്സോ മറ്റുള്ളവരൊക്കെ ചോദിച്ചു താൻ എവിടെ പോവാണ്, ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ പക്ഷെ ഇന്ന് എല്ലാവരും എല്ലാവരും മാറുന്ന കളിച്ച് വീട്ടിലിപ്പോ അകത്ത് കയറിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇതേപോലെ ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ കുട്ടികളെ കളിക്കാൻ വിടുമ്പോൾ അവരോടൊപ്പം നമുക്ക് പോയിരിക്കാനും ജസ്റ്റ് ഒന്ന് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റണം. എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികളെ പ്ലേ ടൈം അലോ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കേടാ. അപ്പൊ അതാരാ വായിക്കുന്ന ആക്ടിവിറ്റീസ് ആൻഡ് എക്സസൈസ്? ഞാൻ വായിക്കാം മാം. വായിച്ചോ സിനി. Activity and exercise. Being at a growth age, the preschool child is very active. A good amount of physical activity and free play, of course under adult supervision, is essential for sufficient muscle development. Lack of adequate opportunities for physical activity, exercise can hinder the normal growth of children that result in growth retardation or malformation in the long run. നമ്മള് ഒത്തിരി നാള് ഇതേപോലത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊന്നും കുട്ടികളെ എൻഗേജ് ചെയ്യാതിരിക്കുകയാണ്. അവർ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാണെങ്കിൽ അവർക്ക് ഗ്രോത്ത് എന്ന് വെച്ചാല് ഗ്രോത്ത് കാലതാമസം ഉണ്ടാവും. അതേപോലെ തന്നെ മാൽ ഫങ്ഷനിങ് ഇൻ ലോങ് റൺ. അവർ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ നമ്മളുടെയൊക്കെ പാരന്റ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ചെയ്ത പോലത്തെ ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അറിഞ്ഞൂടെ? എന്റെ അച്ഛനൊക്കെ ഇപ്പോഴും ഈ ഒരു ഏജിലും നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നോട് വന്ന് കുറച്ച് എന്തെങ്കിലും കാര്യം ചെയ്തു തരാൻ പറയുമ്പോൾ അയ്യോ അച്ഛൻ എനിക്ക് നടുവേദന എടുക്കണമെന്ന് ഞാൻ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്താൽ മാത്രമേ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോങ് റണ്ണിലേക്ക് അല്ലെ നമുക്ക് നല്ല ആരോഗ്യത്തോടെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ മാൽഫോർമേഷൻ ആയിരിക്കും എന്നാ പറയുന്നത്. എന്ന് വെച്ചാല് ഗ്രോത്തിന്റെ കാര്യത്തിൽ കാലതാമസം ഉണ്ടാവും. കുട്ടികള് ഒരു പ്രോപ്പർ ആയിട്ട് അവരുടെ ഏജിനനുസരിച്ച് ഗ്രോത്ത് ഉണ്ടാവില്ല. ഓക്കെ, അതൊരു പ്രശ്നമാണ്. ഇനി ഹൈജീനിന്റെ കാര്യം പറയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ MTയുടെ ക്ലാസ്സിന് ഇന്നലെയായിരുന്നു ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ്, ഇപ്പൊ ന്യൂ ബാച്ച്. അപ്പോ ആ ക്ലാസ്സിൽ കയറിയപ്പോ ഒരു കുട്ടി എന്റെ MT ഡിസംബർ ബാച്ചിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ്. ആളിപ്പോ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ബാച്ച് ഏതാണ്? ഏത് ബാച്ചാണ്? ബാച്ച് ഏത് മാസം തുടങ്ങിയത്? ഡിസംബറിലാണ് തുടങ്ങിയത്. അപ്പൊ നമ്മുടെ ബാച്ചിൽ നിന്നാണ് ആ കുട്ടി അവിടേക്ക് പോയിരിക്കുന്നത്. പേര് പറഞ്ഞു, പക്ഷെ ഞാൻ മറന്നു പോയടാ. അപ്പൊ ആള് എന്താ മോൻ മാറിയെന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞത് ആളുടെ അനിയത്തി ഫെബ്രുവരിയില് മരണം സംഭവിച്ചു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഷോക്കിലായിരുന്ന ആള് അത് റിക്കവർ ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുത്തു എന്നൊക്കെ എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് എന്തുകൊണ്ടാണ് പറഞ്ഞപ്പോ എലിപ്പനി വന്നിട്ടാ മരിച്ചെന്ന് പറഞ്ഞു. എലിപ്പനി വന്നിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് അറിഞ്ഞില്ലേ, നേരത്തെ ചികിത്സിച്ചാലും നമുക്ക് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മാറാവുന്ന ഒരു അസുഖമാണ് ഈ പറഞ്ഞ എലിപ്പനി എന്ന് പറയുന്നത്. അപ്പൊ അവരറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ആൾക്ക് വേറെ പനിയോ ലക്ഷണങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നടുവേദനയും അതേപോലെ തന്നെ ലൂസ് മോഷനൊക്കെ ആയിട്ട് മാത്രമായിട്ട് ഈ സിംറ്റംസ്, എലിപ്പനിയുടെ സിംറ്റംസ് വരാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യണം, കുട്ടികള് ഈ ഒരു എന്താ പറയാ പ്രോപ്പർ ആയിട്ട് ചെരുപ്പൊക്കെ ഇട്ടിട്ടാണോ പുറത്തേക്ക് പോകുന്നത്, അതേപോലെ കാലും എന്തെങ്കിലും മുറിവുണ്ടോ, അതേപോലെ നമ്മുടെ വീടിന്റെ അകത്ത് എലികൾ വളരാനായിട്ട് എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. നമ്മൾ വിചാരിക്കും എലിപ്പനിയല്ലേ, ഏറ്റവും കുറവല്ലേ, എലിയല്ലേ, നിസ്സാരല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എലി കഴിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ അതിന്റെ വിസർജനം അവിടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വീട്ടിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സിനൊക്കെ പെട്ടെന്ന് അസുഖങ്ങൾ വരും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരെയാണ്? കുട്ടികളെയാണ്. കുട്ടികൾക്കാണ് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ മാറാനും പാടാണ്, ഐഡന്റിഫൈ ചെയ്യാനും പാടാണ്. ഇപ്പൊ പെട്ടെന്ന് ആ കുട്ടിയുടെ കാര്യത്തില് ന്യൂമോണിയ ആണ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തമാണെന്നാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് ആള് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മരിച്ചതിന് ശേഷമാണ് എന്തായിരുന്നത്, എലിപ്പനി ആയിരുന്നു എന്ന് മനസ്സിലായത്. അപ്പൊ നേരത്തെ അറിയുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹൈജീൻ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. പേഴ്സണൽ ഹൈജീനും സോഷ്യൽ ഹൈജീനും മെയിൻറ്റെയിൻ ചെയ്യണം. പേഴ്സണൽ ഹൈജീന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? എന്തൊക്കെ ചെയ്യാൻ പറ്റും? കുളിക്കാം, 2 times കുളിക്കാം. പിന്നെന്താണ്? ബ്രഷ് ചെയ്യാം, പല്ലേക്കാം. പിന്നെ എന്ത് ചെയ്യാം? നഖം കട്ട് ചെയ്യാം. പ്രോപ്പർ ആയിട്ട് നഖം കട്ട് ചെയ്ത് വെക്കാം. അഴുക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അത് ക്ലീൻ ചെയ്യാം. ഇപ്പൊ നമ്മള് ഹാൻഡ് വാഷ് യൂസ് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യാം. അതേപോലെ നമ്മുടെ ഐ, നോസ്, മൗത്ത് ഒക്കെ നല്ല രീതിയിൽ കെയർ കൊടുക്കാം. ഒത്തിരി ഒന്നും ചെയ്യാതിരിക്കാം. ഇലക്കറികൾ കഴിക്കാം. ഇടയ്ക്കിടയ്ക്ക് കൈകൾ കഴുകുക. ഇടയ്ക്കിടയ്ക്ക് കൈകൾ കഴുകുക. പിന്നെന്താണ്, ഹെയർ ഒക്കെ നല്ല രീതിയിൽ കോംബ് ചെയ്യാം. സ്കിന്ന് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യുക. എന്ന് വെച്ചാൽ ബാത്ത് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണയായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഒരു ഹൈജീൻ പ്രാക്ടീസ് എടുക്കാനായിട്ട് പറ്റും. ഹൈജീൻ പ്രാക്ടീസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. കുട്ടികളെ ശ്രദ്ധിക്കാം. ഒരുപാട് നേരം പുറത്തൊക്കെ കളിച്ചിട്ട് വരുമ്പോ ഓടി വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് അലൗ ചെയ്യരുത്. എന്ത് ചെയ്യാം, അവർ പറയാം കൈകൾ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് പറയാം. ഓക്കെ അല്ലേ? മാം, വലിയവരുടെ കാര്യത്തില്, ഈ വലിയ ആൾക്കാരുടെ കാര്യത്തിൽ ഇപ്പൊ പുതിയ 2 ദിവസം മുന്നെങ്ങാണ് ഞാൻ കണ്ടതാ, നമ്മള് കുറച്ച് വെയിറ്റ് ഒക്കെ വെച്ച് കാലിന്റെ മടമ്പ് ഇങ്ങനെ പൊട്ടി വരില്ലേ, കാലിന്റെ ആ ഫൂട്ടിന്റെ സൈഡ് ഇങ്ങനെ പൊട്ടി വരില്ലേ, ആ പൊട്ടി വരുന്നതിലൂടെ എന്തോ ഒരു ഫംഗസോ ഇൻഫെക്ഷനോ അങ്ങനെ കയറിയിട്ട് ആർക്കും എന്തോ അസുഖം വന്നത്. നമ്മൾ അവിടെ അത്ര കെയർ കൊടുക്കില്ല. കാരണം പക്ഷേങ്കിൽ അത് നമ്മളെ സ്കിന്ന് തന്നെ പൊട്ടി വരുന്ന കാരണം അതിൽ എപ്പോഴും നോക്കുമ്പോൾ ഭൂരിഭാഗം ഞാൻ കാണലുണ്ട് ഇങ്ങനെ കുറച്ച് ഏജ്ഡ് ആയ ആൾക്കാരൊക്കെ ഇങ്ങനെ പൊട്ടി അവിടെ ഇങ്ങനെ ചളി ഇങ്ങനെ പിടിച്ചു നിൽക്കും. ചില ആൾക്കാർ ഒറ്റ കളിലുണ്ട്, പക്ഷെ എല്ലാരും കേസിലല്ല. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ എന്തോ ഒരു പുതിയ രോഗം വരുന്നുണ്ട് പോലും, അതിലൂടെ കയറിയിട്ട്, ഈ ചളിയിലൂടെ ഒക്കെ വെച്ച് കയറിയിട്ട്. അതാരും അത്ര കെയർ ചെയ്യില്ല. ഓക്കേടാ, അത് ശ്രദ്ധിക്കണം. നമ്മളിപ്പോ നല്ല കുറച്ചു നേരം നമ്മൾ കാലിന്റെ കാര്യമല്ലേ പറഞ്ഞത്, ആ കാലിൽ കുറച്ചു നേരം എന്താ പറയാ ഇത്തിരി ഉപ്പും ഇത്തിരി ചൂടുവെള്ളവും കാലുമ പിടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. വേണമെങ്കിൽ കുറച്ച് എന്തെങ്കിലും എന്താ പറയാ ബോഡി വാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മൾ പ്രോപ്പർ ആയിട്ട് കാലൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്യാം.
ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ എന്റെ രീതിക്ക് മണ്ണിന്റെ അലർജി ഉണ്ട്. ഞങ്ങളുടെ അവിടുത്തെ മണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും എപ്പോഴും വരുന്ന ഒരു സ്ഥലം. അവിടെ മണ്ണിൽ അവൾക്ക് ചെരുപ്പിടാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാല് ഇതേപോലെ വിണ്ട് കീറും, വിണ്ട് പൊട്ടും, ഫുൾ പൊട്ടും. അതൊരു സമയത്ത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം എന്തായാലും മഴക്കാലത്ത് വരുന്നതാണ്. അപ്പോ ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്തു. ആൾക്കെന്ന് വെച്ചാൽ നടക്കാൻ പറ്റൂല, അത്രയും തലമേൽ ഇങ്ങനെ ബ്ലഡും അങ്ങനെയൊക്കെ വരും. അപ്പോ വെള്ളപ്പൊക്കത്തിന്റെ സമയമായിരുന്നേ, വെള്ളപ്പൊക്കം വന്നപ്പോ ഇതേ പ്രശ്നമുണ്ട് ആൾക്ക്. വെള്ളപ്പൊക്കം ഞങ്ങളൊക്കെ വീട്ടിൽ സെൽസൈഡൊക്കെ മുങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾക്കാണെങ്കിൽ ഈ നടക്കാൻ പറ്റുന്നില്ല, ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം കാല് മൊത്തം അടിഭാഗം മൊത്തം പൊട്ടിരിക്കാം. എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് മാറുന്നില്ല. നമ്മൾ ബെറ്റാഡിൻ ഇട്ടിരുന്നു, അത് കാല് നല്ല രീതിയിൽ വാഷ് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്തിട്ട് മാറുന്നില്ല. അത് കഴിഞ്ഞ് എറണാകുളത്ത് പോയിട്ട് വെള്ളപ്പൊക്കം വന്നപ്പോ അനിയത്തിനെ മാത്രം, അവൾക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ, അവളെ മാത്രം വല്യമ്മയുടെ വീട്ടിലേക്ക് മാറ്റി, എടപ്പള്ളിയിലേക്ക് മാറ്റി. അപ്പൊ അവിടെ നിന്ന് ചേട്ടൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഡോക്ടറിനെ കണ്ട് മരുന്ന് വാങ്ങിച്ചു കൊടുത്തു. ആ മരുന്ന് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു പരിധി വരെ ആ ഒരു പ്രശ്നം അവർക്ക് കിട്ടിയില്ല. നമുക്കറിയാം മുറിവുകളിലൂടെ എന്ത് രോഗമാണ് നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. ചെറിയൊരു മുറിവിലൂടെ നമുക്കൊരു രോഗം വരില്ലേ, അതേതാ? ഓക്കെ, ടെറ്റനസ് പോലത്തെ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പോളിയോ അങ്ങനെ മുറിവുകളിലൂടെ നമുക്ക് ചെറിയ ടെറ്റനസ് വരും. അപ്പൊ നമ്മൾ എന്താണ് മാക്സിമം ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങൾ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് ആക്ഷൻ സോങ് ചെയ്തോ? ചെയ്തു മാം. അപ്പൊ നമുക്ക് ഹൈജീന്റെ കാര്യത്തിലേക്ക് വരാം. ഓക്കെ, എന്താടാ? ഞാനിപ്പോ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ഇവിടെ ബാംഗ്ലൂരാണ്, ഇവിടെ ഫ്ലാറ്റില്. അപ്പൊ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാല് വീടുകളില് എന്താ ഒരു വീട് എന്താ ഒരു വൃത്തിയില്ലാതെ തന്നെ ഫുഡിന്റെ വേസ്റ്റും കാണുമ്പോ തന്നെ ഇപ്പഴ നമ്മളെ നാട് ശരിക്കും മിസ് ചെയ്യേണ്ടത്. ഒന്നും ഒരു വൃത്തിയില്ല കണ്ടിട്ട് തന്നെ. നന്നായിട്ട് ക്ലീൻ ഒക്കെ ചെയ്തിട്ടാണ് നിൽക്കാട്ടോ. ഞങ്ങളത് ഫ്ലാറ്റ് ആണ്, ഞങ്ങളത് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ താഴെ നിൽക്കുന്ന വീടുകളൊക്കെ മൊത്തം വേസ്റ്റും അതേപോലെ പശു ഫുള്ള് വൃത്തികേടായ ഒരു ഇതാണ്. ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് ഹൈജീൻ ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം. ഓക്കെ, അതാ റീഡ് ചെയ്തോ. Hygiene. Personal and environmental cleanliness are important contributors to good health. This demands a proper toilet training of the child and care of body organs like eyes, nose, mouth, teeth, hair, skin, and nails. Children should be given training to keep their anal and genital areas clean and to wash their hands clearly with soap and water every time after using the toilet. ഓക്കെ, നമുക്ക് നോക്കാം. ഹൈജീനിൽ പേഴ്സണൽ ഹൈജീനും അതേപോലെ തന്നെ എൻവയോൺമെന്റൽ ക്ലീൻനെസ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ വ്യക്തിയുടെ ഗുഡ് ഹെൽത്ത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ വ്യക്തി ശുചിത്വം അവന്റെ ചുറ്റുപാടും ശുദ്ധമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ പ്രോപ്പർ ആയിട്ട് കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് ടോയ്ലറ്റ് ഹാബിറ്റ് ആണ് ട്രെയിൻ ചെയ്യേണ്ടത്. പ്രോപ്പർ ആയിട്ട് അവർക്ക് എങ്ങനെയാണ് അവരുടെ ബോഡി ഓർഗൻസ് കെയർ ചെയ്യേണ്ടത്, കണ്ണ്, നോസ്, മൗത്ത്, ടീത്ത്, ഹെയർ, സ്കിന്ന്, നെയിലൊക്കെ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യുന്നുള്ളത് അവർ പറഞ്ഞു കൊടുക്കുക. അതേപോലെ ചിൽഡ്രൻസിനെ അവരുടെ എന്താ പറയാ ജെനിറ്റൽ ഏരിയാസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്ന് അവർ പറഞ്ഞു കൊടുക്കുക. ചെറുപ്പത്തിലേ അതെങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്, അതേപോലെ സോപ്പും വാട്ടറും യൂസ് ചെയ്ത് എങ്ങനെ വാഷ് ചെയ്യണം. നമുക്ക് ഒരു ഏജ് വരെ നമ്മൾ ക്ലീൻ ചെയ്ത് തന്നെ കൊടുക്കണം. അത് കഴിയുമ്പോൾ അവരോട് പറയാം ഇങ്ങനെ വാഷ് ചെയ്യണം. നിങ്ങൾ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്ന സോപ്പും വെള്ളവും ഉപയോഗിച്ച് അത് വാഷ് ചെയ്യണം എന്നൊക്കെ നമ്മൾ അവരോട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം പറഞ്ഞു കൊടുക്കുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾ ഹൈജീൻ ആവുന്ന പറയുന്നത്. അതേപോലെ തുറന്നു വെച്ച ഭക്ഷണമൊന്നും കൊടുക്കരുത്, ഈച്ച വന്നിരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ആ കോമൺ ചൈൽഡ് ഡിസീസിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ കുട്ടികളുടെ ഹെൽത്തിന് വേണ്ടി ഹൈജീന്റെ ഹാബിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇത്രയുമാണ് നമ്മള് എന്താ പറയാ സൈക്കോളജിക്കൽ നീഡ്സിൽ പറയുന്നത്. എന്തൊക്കെയാണ്? ഫുഡ്, വാട്ടർ, ക്ലോത്ത്, സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്, ആക്ടിവിറ്റീസ് ആൻഡ് എക്സസൈസ്, ലാസ്റ്റ് ഹൈജീൻ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് സൈക്കോളജിക്കൽ നീഡ്സ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് സൈക്കോളജിക്കൽ നീഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 പോയിന്റ്സ് പറയാനായിട്ട് റെഡി ആയിരിക്കണം.
ഇനി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഒരു ആക്ടിവിറ്റി തരാണ്. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ നാളെയാണ് എന്റെ ക്ലാസ്. ബട്ടൺ ഫ്രെയിം ചെയ്തോ ആരെങ്കിലും? ഞാൻ ചെയ്തു. അത് നാളെയാ ചെയ്യാൻ പറഞ്ഞത്, വെള്ളിയാഴ്ച. നാളെ ചെയ്യാടാ, നാളെ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ചെയ്തിട്ടുണ്ട്, നാളെ പ്രസന്റ് ചെയ്യാം. ഓക്കേടാ, എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ പ്രസന്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കാം. ഓക്കെ, ഞാനില്ലേ കുറച്ച് എന്താ ഇമോഷൻസ് തരാം. നിങ്ങൾ ആ ഇമോഷനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആ ഒരു ഇമോഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണ് തോന്നുന്നത് എന്ന് നിങ്ങളൊന്ന് എഴുതി തയ്യാറാക്കിയിട്ട് വരണം. ഓക്കെ, ഓക്കെ ആണോ? അപ്പൊ ഓരോരുത്തരും ഞാൻ ഏൽപ്പിക്കാം. ഒരു 4 ഇമോഷൻസ് ആണ് നമ്മൾ പറയുന്നത് ഇവിടെ. അഫെക്ഷൻ ആര് എഴുതി വരും? നമ്മൾ ടെസ്റ്റിലുള്ളത് നോക്കണ്ട കേട്ടാ. എന്താണ് അഫെക്ഷൻ? കുട്ടികളോട് നമ്മൾ സ്നേഹത്തോടെ അഫെക്ഷൻ കാണിക്കണം, അവരൊരു കെയറിങ് ആയിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ, വാത്സല്യം. ഓക്കെ, ആരെഴുതുന്നത്? റെഡി ആയിട്ട് വരുന്നത് പ്രസന്റ് ചെയ്യണം. നോട്ടിൽ എഴുതി തയ്യാറാക്കി വന്നത് പ്രസന്റ് ചെയ്യാം. ഓക്കെ, സിമിയാണ് അഫെക്ഷനെ കുറിച്ച് പറയുന്നത്. ഹ്യൂമർ, അതേപോലെ തന്നെ എന്താ പറയാ, ലവ്. ഹ്യൂമറിനെ കുറിച്ച് ആരാ പറയുന്നേ? തമാശ. ആര്? തമാശ. ഓക്കെ, അഫെക്ഷൻ പേരില്ലല്ലോ. നാളെ ക്ലാസ്സിൽ എടുക്കേണ്ടതാണ് അഫെക്ഷൻ, സിമി, ആര്യ, തമാശ. ഫിയറോ? ഞാൻ ചെയ്യാം. റോഷ്നി ഫിയർ. ആങ്കറോ? ഞാൻ പറയാം. ഓക്കെ, അമൃത ആങ്കർ. ഓക്കെ, അത് ശരിക്ക് മറ്റൊരു ഇമോഷൻ പറഞ്ഞേ. ഓക്കെ, വേറൊരു ആക്ടിവിറ്റി തരാട്ടോ. ഹാപ്പിനെസ് ഒരു ഇമോഷൻ അല്ലേ? ഹാപ്പിനെസ്. ഓക്കെ, ഹ്യൂമർ. ഹാപ്പിനെസ് എഴുതിക്കോ ഐശ്വര്യ. ഹാപ്പിനെസ്. ഓക്കെ, അപ്പൊ നമ്മൾ 5 ഇമോഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സങ്കടം പറഞ്ഞോ? സങ്കടം അല്ല, സാഡ്നെസ് ആര് പറയും? ഞാൻ പറയുന്നു. സീന, സാഡ്നെസ്. അപ്പൊ നമ്മൾ 6 ആയിട്ടുണ്ട്. നാളെ നമ്മള് ഇമോഷൻസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? ഞാൻ തമാശയല്ലേ? ആര്യ തമാശ, ഹ്യൂമർ. ഓക്കെ, എല്ലാവരും അത് പ്രിപ്പയർ ചെയ്ത് വരണം. കൂടാതെ എന്തും കൂടി വേണം, ബട്ടണിങ് ഫ്രെയിം. ഫ്രെയിമുകൾ, ബട്ടണിങ് ഫ്രെയിം അല്ലേ പറഞ്ഞത്? ഓക്കെ, അതും റെഡി ആക്കിയിട്ട് നമുക്ക് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഗുഡ് മോർണിംഗ് അപർണ മാം. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് അപർണ മാം യൂണിറ്റ് 8 സൈക്കോളജി നീഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജി പരമായ നീഡ്സ്, ഫുഡ്, ക്ലോത്ത്, സ്ലീപ്പ്, എയർ, വാട്ടർ, ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ്, ഹൈജീനിക്, ഇതേക്കുറിച്ച് മാം വ്യക്തമായി പറഞ്ഞു തന്നു. Today's class was very useful. Today's thought Roshni, signing Gina, everything was very good. Thank you, Miss. Thank you all my friends. മിസ്, എനിക്ക് ഡൗട്ട് ഉണ്ടേ. മിസ്, ഫുഡ് ആൻഡ് വാട്ടർ ഇല്ലേ മിസ് ഇപ്പൊ എടുത്തത്, അതിൽ ഈ PCO സോഷ്യൽ ഫങ്ഷൻ 2 എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഫുഡ് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞ മിസ് പറഞ്ഞു തന്നില്ലേ? അതില് PCO സോഷ്യൽ ഫങ്ഷൻ 2 എന്ന് പറഞ്ഞാൽ എന്താ? സൈക്കോ സോഷ്യൽ ഫങ്ഷനിങ് പെർഫോം. അത് വെച്ചാൽ നല്ല ആക്റ്റീവ് ആയിട്ട് ഓരോ കാര്യങ്ങൾ അതിനെ എൻഗേജ് ചെയ്തിട്ട് അത് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നല്ല ഹാപ്പി ആയിട്ട് ഓരോ വർക്കുകളും അവർ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട്, എന്ന് നമ്മൾ പ്രോപ്പർ ആയിട്ട് നല്ല ഫുഡ് കഴിച്ചാലും അതേപോലെ പ്രോപ്പർ ആയിട്ട് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചാലും അവന് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവന് എനർജി കിട്ടുള്ളൂ. ആ ഒരു മീനിങ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. മാം, ഈ സ്ലീപ്പ് ആൻഡ് റെസ്റ്റിന്റെ ലാസ്റ്റ് അതില് വാക്കിങ്ങിനെക്കാളും നല്ലത് വേക്കപ്പ് അല്ലേ? എന്താണ് സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് എന്നുള്ള പോർഷൻ കണ്ടില്ലേ നമ്മളിലില്ലേ? സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്, അതിന്റെ ഏറ്റവും അവസാനം വാക്കിംഗ് ഒന്നുമില്ലേ? അത് വേക്കപ്പ് അല്ലേ? വാക്കിംഗ് അല്ല, അത് വേക്കിംഗ് ആണ്. എഴുന്നേൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ PDF മാത്രം മിസ്റ്റേക്ക് ആണെന്ന് വിചാരിച്ചത്. ടെസ്റ്റിൽ അങ്ങനെയാണല്ലേ? വാക്കിംഗ് അപ്പ് അതാ ഞാൻ നടക്കുമ്പോ ഇപ്പൊ എന്താ അതിന് മാത്രമാണ് നടക്കുമ്പോഴല്ല, നമ്മള് എഴുന്നേൽക്കുമ്പോൾ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ഞാൻ പറയുന്നുണ്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല രീതിയിൽ
ഓക്കെ, അതൊന്ന് എഡിറ്റ് ചെയ്തേക്ക്. ഓക്കെ അല്ലേ? അത് ഞാനത് നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ അതൊന്ന് പറയാട്ടാ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു.